പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യം കളയാം. ഇപ്പം എത്രയോ കറപ്റ്റഡായിട്ടുള്ള ഓഫീഷ്യൽസ് ഉണ്ട്. എന്താണ് മോദി ഗവൺമെൻറ് പറയുന്നത്? സീറോ ടോളറൻസ് കറപ്ഷൻ. ഉറപ്പായിട്ട് ഞാൻ മോദിയെ പറ്റി പറയുന്നില്ല. പക്ഷെ ഇത്രയും പേര് കള്ളന്മാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഒരു കറപ്ഷൻ ഇപ്പോൾ നടത്തുന്നില്ല എന്ന് തന്നെയാണോ ഗവൺമെൻറ് പറയുന്നത്? അപ്പം ഈ ബില്ല് കൊണ്ടുവന്നൊരു ഉദ്ദേശം എന്തുവാ? ഒന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്ര അത് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അതിനെ നോക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പാർലമെൻറ്റ് ഒരു ഡ്രാമ ഉണ്ടാക്കുക. അത് കൃത്യമായിട്ട് നടന്നു. പക്ഷെ അത് ചീറ്റിപ്പോയി. അതേപോലെ ഡൽഹി മുഖ്യമന്ത്രി ഡ്രാമയുണ്ടാക്കി. ഇതേപോലെയുള്ള ഡ്രാമകൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, ഡൽഹി നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഡ്രാമ കൊണ്ടൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തും ഇത് ഡ്രാമയാണ്. കാരണം ഇതേപോലെ ഡ്രാമ കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ ഭരിച്ചപ്പം നടത്തി ഫ്ലോപ്പായി പോയതാ. ഇതൊരു ഫ്ലോപ്പ് ഷോയാണ് ബേസിക്കലി. അതായത് യഥാർത്ഥ ഇഷ്യൂ, വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി, ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ചെയ്യുന്ന സംഭവം. യഥാർത്ഥ ഇഷ്യൂ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഇഷ്യൂ ആണ്, ഇന്ത്യയിലെ വോട്ടേഴ്സിൻ്റെ ഇഷ്യൂ ആണ്, അവരുടെ വാല്യൂ ആണ്. കാരണം ഒരു ചെറിയ വോട്ട് പോലും, ഒരു പാവം പിടിച്ചവൻ്റെ വോട്ട് പോലും ഇന്ത്യയിൽ വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് മാറ്റാൻ കാണിക്കുന്ന ഗിമിക്സ്, അതിന് ഓരോ നരേറ്റീവ്സും, ഇവരുടെ 60% ഫേക്കായിട്ടുള്ള ഹാൻഡിലേഴ്സിൽ നിന്ന് കള്ളത്തരം നരേറ്റീവ് സ്റ്റോറീസ് ഓരോന്നായിട്ട് വരുന്നു.